The question here is, according to the double helical model of DNA molecule, choose the correct statement from the following. നമുക്ക് ഡി എൻ എന്റെ ഡബിൾ ഹെലിക്കൽ മോഡൽ അറിയാം അല്ലേ? സോ ഇതിൽ തന്ന സ്റ്റേറ്റ്മെന്റിൽ ഡി എൻ എന്റെ ഡബിൾ ഹെലിക്കൽ മോഡലിനെ സംബന്ധിച്ചിട്ടുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, റിലേറ്റഡ് ടു ഡബിൾ ഹെലിക്കൽ മോഡലിലുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഓപ്ഷൻസ് നോക്കാം. ഏതൊക്കെയാ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഡി എൻ എ മോളിക്യൂൾ കണ്ടെയ്ൻസ് നൈട്രജൻ ബേസ്. അത് ശരിയാണ് അല്ലേ? നമുക്കറിയാം ഡബിൾ ഹെലിക്കൽ മോഡൽ ആയിട്ടുള്ള ഡി എൻ എന്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ അതിൽ എന്തുണ്ട്? ന്യൂക്ലിയോടൈഡ് ഉണ്ട്. ആ ന്യൂക്ലിയോടൈഡിൽ ആരുണ്ട്? ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആൻഡ് നൈട്രജൻ ബേസ്. യെസ്, ഓപ്ഷൻ എ കറക്റ്റ് ആണ്. കാരണം നൈട്രജൻ ബേസ് കാണുന്നുണ്ട് എവിടെ? ഡി എൻ എയിൽ. ഓക്കെ അല്ലേ? ഇനി ഓപ്ഷൻ ബി നോക്കിയേ. 3 type ഓഫ് നൈട്രജൻ ബേസ് ആർ ഫൗണ്ട് ഇൻ ഡി എൻ എ. 3 type ആണോ? അല്ല, 4 type ഉണ്ട്. ഏതൊക്കെയാ? അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ. 4 ടൈപ്പ് കാണുന്നുണ്ട്, 3 അല്ല. സോ 3 എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് തെറ്റാണ്. സോ ദ ഓപ്ഷൻ ബി എന്ന് പറയുന്നതും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കിയേ. ഓൾ ദ നൈട്രജൻ ബേസ് ഫൗണ്ട് ഇൻ ഡി എൻ എ ആർ ഓൾസോ ഫൗണ്ട് ഇൻ ആർ എൻ എ. ഡി എൻ എയിലുള്ള എല്ലാ നൈട്രജൻ ബേസും ആർ എൻ എയിലുണ്ടോ? ഇല്ല. തൈമിൻ എന്ന് പറയുന്ന നൈട്രജൻ ബേസ് ആർ എൻ എയിൽ പ്രസന്റ് അല്ല. സോ ആ ഓപ്ഷനും തെറ്റാണ്. ഓക്കെ അല്ലേ? ഇനി ഓപ്ഷൻ ഡി നോക്കിയേ. ഓൾ ഓഫ് ദി അബവ്. മുകളിലുള്ള എല്ലാം ശരിയാണോ? അല്ല. ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏത് മാത്രമാണ്? ഫസ്റ്റ് വൺ മാത്രമാണ്. ഓപ്ഷൻ എ മാത്രമാണ് അല്ലേ? സോ നമുക്ക് റൈറ്റ് ആയിട്ട് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റിയത് ഏതാ? ഓപ്ഷൻ എ. ദാറ്റ്സ് ഇറ്റ്.